അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഐക്യുവിൻ്റെ നിയോ 7 Pro എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് മോഡൽ നമുക്ക് ഡെലിവർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വലിയ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ നമുക്ക് ടാക്സ് ബില്ലുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബില്ലിൽ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഇത്രയും വലിയൊരു ബോക്സിൽ നമുക്ക് ആ ഫോണിൻ്റെ ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ബോക്സ്. ഇപ്പോൾ നമ്മളത് അൺബോക്സ് ചെയ്തിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല രീതിയിലുള്ള ഒരു പാക്കിങ്ങിലൂടെ തന്നെയാണ് നമുക്ക് ഫോൺ അവർ ഡെലിവർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫോണിൻ്റെ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കുഴപ്പമില്ല. നമുക്ക് നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റി കാര്യങ്ങൾ ഫോണിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിൽ പോലും ക്യാമറ ആണെങ്കിൽ പോലും നല്ല രീതിയിലുള്ളൊരു ഇത് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിനി ഓൺ ചെയ്യുന്ന കാര്യങ്ങളിലോട്ട് നോക്കാം. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുന്ന 2-3 ഫോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സ്ലോവിങ് തോന്നും. എന്നിരുന്നാലും എവറിത്തിങ് ഈസ് ഓക്കെ. ഓക്കെ, ഇപ്പം നമ്മൾ ഓൺ ആവാൻ ചെറിയൊരു ലാഗ് എടുക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെയാണ്. അപ്പം നമുക്കിത് ഓൺ ചെയ്ത് നമുക്ക് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലോട്ട് കടക്കാം. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഓണായി IQ 5G എന്നുള്ളത് എഴുതി കാണിച്ചു. നമുക്ക് ചെറിയൊരു ലാഗിങ് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫോൺ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്, ലാംഗ്വേജൊക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഫോണിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ളൊരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ഫോൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് IQ പ്രൈസിൻ്റെ നമുക്കൊരു ഗിഫ്റ്റോ കാര്യങ്ങളൊന്നും തന്നില്ല. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഒന്ന് നോക്കി നോക്കാം ഈ ബോക്സിൽ എന്തൊക്കെ ഉള്ളത് എന്നുള്ളതുണ്ട്. പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു പൗച്ച് തന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ക്വാളിറ്റി കുറവാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിതായി ഒരു യൂസർ മാനുവൽ ഉണ്ട് ഇതിൻ്റെ കൂടെ. അത് നോക്കിയിട്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗൈഡ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ. ഇവർ പറയുന്ന 8 മിനിറ്റ് കൊണ്ട് 50% ആവുമെന്ന് പറയുന്ന 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണിത്. അതിൻ്റെ C2C ആണ്. അതിൻ്റെ കേബിളും ഉണ്ട്, അതുപോലെ തന്നെ അഡാപ്റ്ററും ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഫോണിൻ്റെ അൺബോക്സിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ചാർജിങ്ങിൻ്റെ എത്ര സ്പീഡ് ഉണ്ടാകും. ഇവർ പറയുന്നത് 8 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് എന്നാണ്, 50% എന്നാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കി നോക്കാം.